ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മിൽമയിലും കൃഷി വകുപ്പിന് കീഴിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കേരളത്തിലെ 10 ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു 2 നോട്ടിഫിക്കേഷൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് മിൽമയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. സെയിൽസ് ഓഫീസർ പോസ്റ്റിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. കോൺട്രാക്റ്റ് ബേസിലുള്ള നിയമനമാണ്. 1 വർഷത്തേക്കുള്ള നിയമനമാണ് വന്നിട്ടുള്ളത്. എന്നാൽ നിങ്ങളുടെ പെർഫോമൻസിനനുസരിച്ചിട്ട് 2 വർഷം വരെ നീട്ടി കിട്ടാൻ സാധ്യതയുണ്ട്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. CMD വഴിയാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഒരു നോട്ടിഫിക്കേഷൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ജൂൺ 25, 2025 മുതലാണ്. ജൂലൈ 9, 2025 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ സെയിൽസ് ഓഫീസർ പോസ്റ്റിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. മിൽമയുടെ 3 റീജിയണൽ യൂണിയനുകളിലായിട്ടാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത്. തിരുവനന്തപുരം യൂണിയനിൽ ട്രിവാൻഡ്രം 2, ആലപ്പുഴ 2, പത്തനംതിട്ട 1, എറണാകുളം യൂണിയനിൽ എറണാകുളം 5, തൃശ്ശൂർ 2, കോട്ടയം 1, മലബാർ യൂണിയനുകളിൽ കോഴിക്കോട് 2, പാലക്കാട് 1, മലപ്പുറം 1, കണ്ണൂർ 1 ഇങ്ങനെയാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് MBA മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അഗ്രി ബിസിനസ് മാനേജ്മെൻറ്റിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി അല്ലെങ്കിൽ ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജിയിലുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയാണ്. കൂടാതെ ഡയറി മേഖലയിൽ സൂപ്പർവൈസറി സ്ഥാനത്ത് 1 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. ഏജ് ലിമിറ്റ് വരുന്നത് 35 വയസ്സ് വരെയാണ്. മന്ത്ലി റെമ്യൂണറേഷൻ 47,000 രൂപയാണ് ലഭിക്കുന്നത്. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്നും ആപ്ലിക്കേഷൻ സ്ക്രീനിങ്, ക്രൈറ്റീരിയ ബേസ്ഡ് സ്ക്രീനിങ്, റിട്ടേൺ ടെസ്റ്റ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ പ്രൊഫഷൻസി ടെസ്റ്റ്, ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത്. അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിന് മാത്രമേ ഇമെയിൽ, ഫോൺ കോൾ അല്ലെങ്കിൽ SMS വഴി ഇൻറ്റിമേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ സ്കാനഡ് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഫോട്ടോഗ്രാഫിൻ്റെ സൈസ് 200 KB താഴെ പാടുള്ളൂ. അത് JPG ഫോർമാറ്റിലായിരിക്കണം. സ്കാനഡ് സിഗ്നേച്ചറിൻ്റെ സൈസ് 50 KB താഴെയായിരിക്കണം. അത് JPG ഫോർമാറ്റിലായിരിക്കണം. സിഗ്നേച്ചർ ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കരുത്. അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്കും ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അടുത്തത് എറണാകുളം ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനോട് അനുബന്ധമായി പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെൻറ്ററിൻ്റെയും സെൻറ്റ് കുര്യാക്കോസ് കോളേജ് കുറുപ്പുംപടിയും സംയുക്ത ആഭിമുഖ്യത്തിൽ പ്രയുക്തി 2025 തൊഴിൽമേള 2025 ജൂൺ 28 ശനിയാഴ്ച കുറുപ്പുംപടി സെൻറ്റ് കുര്യാക്കോസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട്. SSLC, +2, ഡിഗ്രി, PG, ITI, ഡിപ്ലോമ, BTech മുതലായ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാവുന്നതാണ്. സ്വകാര്യ മേഖലയിലെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള 20-ൽ പരം പ്രമുഖ ഉദ്യോഗദായകർ പങ്കെടുക്കുന്ന ഈ തൊഴിൽമേളയിൽ 500-ലധികം ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാർ നാഷണൽ എംപ്ലോയ്മെൻറ്റ് സർവീസ് മുഖേന സൗജന്യമായി ഒരുക്കുന്ന ഈ അവസരം പ്രയോജനപ്പെടുത്തുന്നതിന് എറണാകുളം എംപ്ലോയബിലിറ്റി സെൻറ്ററിൻ്റെ www.empecom.in എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ രാവിലെ 9:30 നിങ്ങളുടെ ബയോഡേറ്റയും സർട്ടിഫിക്കറ്റും ജോബ് ഫെസ്റ്റ് രജിസ്റ്റർ ചെയ്തപ്പോൾ ലഭിച്ച അഡ്മിഷൻ സ്ലിപ്പുമായി ഇൻ്റർവ്യൂവിന് ഹാജരാവണം. ഓൺലൈൻ മുഖേന രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാത്തവർക്ക് അന്നേ ദിവസം നേരിട്ട് ഹാജരായി രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് എറണാകുളം എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ ബന്ധപ്പെടുക. അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തത് കൃഷി വകുപ്പിന് കീഴിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. എറണാകുളം ജില്ലയിൽ കൃഷി വകുപ്പിന് കീഴിൽ ജില്ലയിലെ ഇൻപുട്ട് ഡീലേഴ്സിനെ സംഘടിപ്പിക്കുന്ന ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ സർവീസസ് ഫോർ ഇൻപുട്ട് ഡീലേഴ്സ് പരിപാടിയുടെ 2025-2026 വർഷത്തേക്കുള്ള ബാച്ചിൻ്റെ ഫെസിലിറ്റേറ്റർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. കൃഷി അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചർ എന്നിവയിൽ ഏതിലെങ്കിലും ബിരുദമോ ബിരുദാനന്തര ബിരുദമുള്ളവർക്കും കൃഷി അനുബന്ധ മേഖലയിൽ കുറഞ്ഞത് 5 വർഷത്തെ പ്രവർത്തന പരിചയമുള്ളവർക്കും അപേക്ഷിക്കാം. കൃഷി ബിരുദമുള്ള കൃഷി വകുപ്പ്, കാർഷിക യൂണിവേഴ്സിറ്റി, കൃഷി വിജ്ഞാൻ കേന്ദ്രം എന്നിവിടങ്ങളിൽ 20 വർഷത്തെ സേവന പരിചയമുള്ളവർക്കും മുൻഗണന ഉണ്ടായിരിക്കും. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷ, വിശദമായ ബയോഡേറ്റയും യോഗ്യത തെളിയിക്കുന്ന രേഖകളും സഹിതം
കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ RATTC വൈറ്റില നെട്ടൂർ PO എറണാകുളം 682040 എന്ന വിലാസത്തിൽ തപാൽ മുഖേനയോ നേരിട്ടോ ജൂലൈ 7 വൈകിട്ട് 3-ന് മുമ്പായി സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.